സഹോദരന്മാരെ, നാം ഒന്ന് ആലോചിച്ച് നോക്കുക. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ഒരാൾ തുമ്മിയിട്ട് അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ടോ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ പേരിൽ സലാത്തും ചൊല്ലി. എന്താ തെറ്റ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് തെറ്റാണോ? പക്ഷെ നിങ്ങൾ നോക്കൂ, ഇത് കേട്ട ഉടനെ മുത്തബിഉ സുന്നയായ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മാ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയല്ല പഠിപ്പിച്ചത്. പിന്നെയോ ബൽ ഖാല ഇദാ അതസ അഹദുകും ഫല്യഹ്മദില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. വലം യഖുൽ, റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, വൽ യുസല്ലി അലാ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും ചൊല്ലണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ തെറ്റ്? ഈ മനുഷ്യൻ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു. ആ അൽഹംദുലില്ലാഹ് പറഞ്ഞതിന്റെ ശേഷം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്തും ചൊല്ലി. ഇത് കേട്ട ഉടനെ സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി, ഇപ്രകാരമല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ബൽ ഖാൽ, പിന്നെ റസൂലുള്ളാഹി പറഞ്ഞത്, ഇദാ അതസ അഹദുകും ഫല്യഹ്മദില്ലാഹ്, ആരെങ്കിലും തുമ്മിയാൽ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. വലം യഖുൽ, റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, വൽ യുസല്ലി അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും ചൊല്ലണേ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എന്റെ കൂട്ടുകാർ, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്വലാത്തുണ്ട്. ഇഖാമത്തിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നു. നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് 10 സ്വലാത്ത്, ചില ആളുകൾ 3 സ്വലാത്ത്. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല. ഉള്ളത് പറയാലോ. ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏൽപ്പിക്കാതെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലെ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല. അപ്പൊ ഏൽപ്പിക്കാർ 3 ആക്കിയപ്പോ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല. പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച വിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല, വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എന്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാള് ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോ, അഭിവന്ദനായ ശംസുലമ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസ്ർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഇതേമാതിരി ചൊല്ലി. അപ്പോ ആളെ വിളിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യാ, സ്വലാത്ത് അല്ല. ഇതാണ് എന്റെ സമീപനം. എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല.
ഇഖാമത്തിന്റെ സമയത്ത് പഠിപ്പിച്ചിട്ടില്ല. നമസ്കാര ശേഷം ഇങ്ങനെ സ്വലാത്തുണ്ടെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൽ ഇല്ല. ഇത് ഈ മൗലവിമാരിൽ നിന്ന് കിട്ടൂല ഈ അറിവ്, പിന്നെ സലഫികളിൽ നിന്ന് മാത്രമേ കിട്ടൂ.